ഹലോ, വെൽക്കം ബാക്ക്. ഞാനങ്ങനെ കൊല്ലത്ത് നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലെ ഊന്നിൻമൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിൽ കൊല്ലത്ത് 4-5 ദിവസം നിന്നിട്ട് വന്നപ്പോഴത്തേക്ക് ഊന്നിൻമൂട്ടിലെ വീട്ടിൽ ഫുള്ള് വലയടിച്ച് നാശമായി കിടക്കുകയാണ്. ഫുള്ള് വലയടിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ജോലി ഇതാണ്, ക്ലീനിങ് ആണ് ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി. കാര്യം റോഡ് സൈഡ് ആയതുകൊണ്ട് പിന്നെ ആളില്ലാതിരിക്കുമ്പം വീട് പെട്ടെന്ന് നാശമാവുമല്ലോ. ഫുള്ള് വലയൊക്കെ ആയി, ചെടിയിലും വീട്ടിലും ഫുള്ള് പൊടിയൊക്കെ ആയി. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ സെക്ഷനിലാണ്. അപ്പോൾ ഞാനീ പറയുന്ന വീഡിയോസിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും കാണുന്നവർക്ക് എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലാവൂ. വീഡിയോയിൽ ഞാൻ പറയാൻ വരുന്നത്, നിങ്ങൾ വലയടിക്കുന്ന സമയത്ത് മാസ്ക് വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് രണ്ടാമത് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. മാസ്ക് വെച്ചില്ലെങ്കിൽ നമ്മൾ ചെലന്തി വലയല്ലേ, ചിലന്തി വല ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചെടിയൊക്കെ കണ്ടില്ലേ, ചെടിയിൽ ഫുള്ള് പച്ച ഇലയായിട്ട് നിൽക്കുന്ന ചെടിയിലെല്ലാം പൊടി കയറി ചെടിയുടെ കളർ പോലും മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നവർക്ക് മാത്രമേ വീഡിയോ കാണുമ്പോൾ എന്താണെന്ന് നല്ല ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം മുന്നേ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. ഞാനിങ്ങ് വീട്ടിൽ നിന്ന് ഇവിടെ എത്തിയ കാര്യവും ഒക്കെ പറയുമ്പോൾ അത് ഫോളോ ചെയ്ത് പോകാൻ അവർക്ക് സാധിക്കും. ഇപ്പം നമുക്കുള്ള സബ്സ്ക്രൈബേഴ്സ് 200 അടുക്കുന്ന് ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം എനിക്കിനി 500 സബ് ആവുമ്പോഴത്തേക്ക് ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. ഇപ്പം ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ തന്നെ എനിക്ക് കൊതിയാണ്. 500 സബ് ആവുമ്പോഴത്തേക്ക് ഞാൻ ലൈവിൽ വരും. എല്ലാവരെയും എനിക്ക് നേരിട്ടൊന്ന് കാണണമെന്നുണ്ട്. അപ്പോഴേ 500 സബ് ആകുമ്പം നേരിട്ട് വന്നിട്ട് എല്ലാവരെയും കാണണം. അതൊരു സന്തോഷമാണ്. ഇപ്പം തന്നെ ഇത്രയും പേര് എൻ്റെ വീഡിയോസ് കാണുന്നു, കമൻറ്റ് ചെയ്യുന്നു. അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ വീട്ടിലെ ഒരു അംഗങ്ങളെ കണക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. എൻ്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ചാനൽ തുടങ്ങിയതും. എന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ ചാനലിൽ കൂടെ വളരെ സന്തോഷത്തോടെ സത്യസന്ധമായിട്ട് നിങ്ങളിലൂടെ എത്തിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട കമൻസും ഒക്കെ എനിക്ക് വേണം. എന്തെങ്കിലും പോരായ്മയോ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ കമൻസായിട്ട് അതെനിക്ക് അറിയിപ്പിച്ച് തരുമ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എനിക്കത് ക്ലിയർ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കും. വീട്ടിലെ ക്ലീനിങ് എല്ലാം നല്ല ജോലിയായിരുന്നു. വീട് ഫുള്ള് വലയടിച്ച് മൊത്തവും തൂത്തിറക്കി. പിന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ മോനും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ലോഷൻ ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് തുടയ്ക്കണം കേട്ടോ. വീട്ടിനകത്തുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പോയി കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും തുടയ്ക്കുമ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ തുടയ്ക്കുന്ന കണ്ടിട്ട് എൻ്റെ മോന് വിഷമം വന്ന് അങ്ങനെ അവനെടുത്ത് തുടയ്ക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, മോൻ സിറ്റ് ഔട്ട് തുടച്ചാൽ മതി, ബാക്കി അമ്മ തുടച്ചോളാന്ന്. പക്ഷേ കുഞ്ഞു കുഞ്ഞു ജോലികൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ അവർ ഭയങ്കര മടിയന്മാരായി പോവും. ചെറിയ ചെറിയ കാര്യങ്ങൾ അവൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. ഇപ്പോൾ 1:30 മണി കഴിഞ്ഞ് വിശപ്പായി. ഇനി ഞാനും എൻ്റെ മോനും ഊണ് കഴിക്കാൻ പോവുകയാണ്. സാമ്പാറും ചിക്കൻ ഫ്രൈയും തോരനും പിന്നെ അച്ചാറും. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.